നമ്മളങ്ങനെ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇവിടെ ഇങ്ങനെ പമ്പിൽ നല്ല പ്രത്യേകത. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു കോഫി ഷോപ്പ് വരുന്നുണ്ട്. അതിലും പ്രത്യേകത ഒന്നും പറയാനില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ധാബ വരുന്നുണ്ട് കേട്ടോ. ഈ ധാബയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഗുജറാത്തി ധാബയാണ്. ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ കിട്ടുള്ളൂ. അടിപൊളി ഷോപ്പാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അടോറി ലോറി ഇടാൻ പറ്റിയ സ്ഥലം കേട്ടോ. ലോറി ധാബ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലം. കണ്ടമാനം ലോറികളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെയൊക്കെ സ്പേസാണ്, ഒരുപാട് സ്പേസാണ് നമുക്ക് വണ്ടികളൊക്കെ നിർത്താനായിട്ട്. ഇതൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഒരു കടയിലേക്കുള്ള എൻട്രൻസിൽ നിർത്തിയപ്പോൾ ഒന്ന് മാറ്റിയിടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിക്കുക കേട്ടോ. മാലിക്കിനെ അങ്ങനെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ സ്റ്റേ മിക്കവാറും, കാരണം ഇനി യാത്രയൊന്നും ചെയ്യൂല. ധാബേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നോക്കി എത്രങ്ങാനും ചേരണം മുന്നിലുള്ളത് എന്നുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് വരുന്നുണ്ട് കേട്ടോ കുട്ടികൾ. അതിൽ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ആ ധാബേൻ്റെ പ്രത്യേകതയാണ് ഇതുപോലെ ചെയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കട്ടോ. അതിനുള്ളൊരു സെറ്റപ്പാണ്. പക്ക വെജിറ്റേറിയൻ ആണെന്നുള്ളതാണ് ഈ ഒരു ധാബേൻ്റെ പ്രത്യേകത. നമ്മളവിടുന്ന് ചായയും കടിയും കഴിച്ച് കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം അവിടെ പോയിട്ട്. അതിലുപരി നമുക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. അവിടെയൊക്കെ കണ്ടില്ല ബഞ്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനൊരു ബോർഡാണ് ഈ റോഡ് സൈഡിലുള്ളത്. ഗുജറാത്തി ധാബ എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത്. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. പല ലോഡുകളായിട്ട് വന്ന ഒരുപാട് ലോറികളുണ്ട്. ധാബയിൽ ഇതുപോലത്തെ ഒരു കുളം മാരത്തെ ഒരു സംഭവം ഉണ്ടാവും. കാരണം ഇതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് കുളിക്കാൻ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലൊന്നുമില്ല, ഇത് കാലിയായി കിടക്കുന്നുണ്ട്. ഒരുപാട് ലോറികളാണ് കേട്ടോ നിൽക്കുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ലോറികളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലോഡുകളും. ഈ വണ്ടിയൊക്കെയാണ്, ഇത് അഗ്രികൾച്ചറിൻ്റെ വണ്ടിയാണ് കേട്ടോ. അതായത് വലിയ ഹൈറ്റിൽ ഇങ്ങനെ ഒരാൾ ഇരുന്നുകൊണ്ട് റോഡ് കൂടെയൊക്കെ പോണത് കണ്ടിട്ടുണ്ട്. അതായത് അവിടെയാണ് ആളിരിക്കുക, ആ ഒരു ഗ്യാപ്പിൽ അത്രയും ഹൈറ്റിൽ കേട്ടോ. അഗ്രികൾച്ചറിൻ്റെ വണ്ടിയാണ്, പുതിയ വണ്ടിയാണ് തോന്നുന്നുണ്ട്. ലോറികളൊക്കെ തന്നെ ചിലപ്പോൾ നാളെ രാവിലെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നാളെ രാവിലെ പോകാനാണ് ഒക്കെ സാധ്യത. അപ്പോൾ ഈ ടൈമിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാവും. അതേപോലെ അവിടെ ഒരു ലോറിയൊക്കെ ആണ്. എത്ര ടയറാണ് ഈ വണ്ടീൻ്റെ ഒക്കെ ഭംഗി എന്ന് പറയണതേ. കറക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു കാറൊക്കെ ഇങ്ങനെ കൊണ്ടുവരക്കൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒക്കെ രസങ്ങൾ. भैया आपका नाम? मेरा नाम फरीद कड़ीवाला. फरीद, गुजरात. तुम्हारा होटल है? यस सर. ഓക്കെ. ഈ ഹോട്ടലിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ. പലവിധ ലോഡുകൾ കൊണ്ട് വരുന്ന വണ്ടികളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കണേ അതിൻ്റെ ടയറുകളൊക്കെ നോക്കണേ. ഇതുപോലെ ലോറികൾ നിർത്തുന്ന സ്ഥലത്ത് മിക്കവാറും അല്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലൊരു പഞ്ചറിൻ്റെ കട. പിന്നെ അതേപോലൊരു മല്ലി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടാവും. പലചരക്ക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏസിൽ കയറ്റുന്ന ലോഡൊക്കെയാണ്. ഒന്നാമത് ഇവിടെ കയറ്റങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല വിശക്കണുണ്ട്. അപ്പോൾ ഈ കടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചു നോക്കട്ടോ, എന്തൊക്കെ ഉള്ളത് നോക്കാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ പടികളൊക്കെ കാണുന്നുണ്ട്. ഇത് രാജസ്ഥാനികളൊക്കെ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ബെഞ്ചാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇതുപോലുള്ള സീറ്റ് അറേഞ്ച്മെൻ്റാണ് കേട്ടോ അവിടെ ഉള്ളത്. കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെജിറ്റബിളിൽ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. നൂറിൽ പല ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, പക്ഷേ നമ്മളവിടെ നാട്ടിലുള്ളേ നോൺ വെജിലേറൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ എല്ലാ സാധനത്തിനും. പക്ഷേ ഇവിടുത്തെ ഐറ്റംസാണ്. നമുക്ക് ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത്യാവശ്യം എന്താ പറയുക ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. നമ്മളവിടെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ പോലെ തന്നെ നോർമലായിട്ട് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീറ്റ് അറേഞ്ച്മെൻ്റൊക്കെ അത്യാവശ്യം സോഫ സെറ്റ് പോലത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ആന്ധ്രാപ്രദേശിൽ കയറിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു കട ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റുള്ള കടകളൊക്കെ ഒരു ചെറിയ സെറ്റപ്പിലുള്ള ചെറിയ ഹോട്ടലുകളാണെന്നുണ്ടെങ്കിൽ
ഇതൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പിലാണ് ഈ കട ഉള്ളത്. കുറേ ആളുകളുണ്ട്. അപ്പുറത്ത് ലോറി യാർഡ് ഉള്ളതുകൊണ്ട് തന്നെ, ലോറി പാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ആൾ പോണത് ഫാമിലി റൂമിലേക്കാണ്. അവിടെ ഇങ്ങനെ ഫാമിലി റൂമിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് ഗ്ലാസിൻ്റെ അപ്പുറത്തായിട്ട്. ആന്ധ്രാപ്രദേശിൽ കയറിയതിന് ശേഷം നമ്മളെ നാട്ടിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കാണുന്നൊരു സംഭവമാണ് ഇട്ടത്. ഉള്ളി ഇതുപോലെ കൊണ്ടുവന്ന് വെക്കും. ഒരുപാട് കാണലുണ്ട്. ചിലപ്പോൾ 4 പീസ് 5 പീസൊക്കെ ആയിട്ട് വലിയ ഉള്ളി നുറുക്കിയിട്ടൊക്കെ കാണലുണ്ട്. ഇത് പിന്നെ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന സംഭവമാണ് മുളക് കേട്ടോ. ഈ മുളക് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. പക്ഷെ പച്ചയായിട്ട് കൊടുന്ന് വെച്ചുതരും. ലൈറ്റ് ഒരു യെല്ലോ മിക്സിങ് വരുന്നൊരു മുളകാണ് നമുക്ക് കിട്ടലിട്ടാ. അതായത് കടും പച്ചയല്ല, പക്ഷെ അടിപൊളിയാണ്. ഒരു ലൈറ്റ് മധുരം മിക്സിങ് ആയിട്ടുള്ള വല്ലാത്ത എരിവില്ലാത്ത മുളകാണ് ഉണ്ടാവാറ്. ഇവിടുത്തെ ആളുകൾക്ക് കൂടുതലായിട്ടും എരിവ് കാര്യങ്ങളൊക്കെ വേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ ഫുഡിനായിട്ട് വളരെ കോമ്പിയാണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. പൊട്ടൊക്കെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എണ്ണയും കാര്യങ്ങളൊക്കെ നൈസാണ്, സ്മൂത്താണ് എന്നുള്ളതാണ്. നമ്മളവിടെയൊക്കെ ആഡായിട്ടുള്ളതല്ലേ കിട്ടുക. ഇത് കാണാൻ നല്ല സ്മൂത്ത്. ഒരു ഗ്രീൻ കളർ കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ആനും പൊളി കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം. വെജിറ്റബിൾ ഇത്ര അടിപൊളി സാധനം ഉണ്ടായിരുന്നല്ലേ. പൊളി പൊളി പൊളി. നമ്മളൊരു ലസ്സി ഓർഡർ ആക്കിയെന്നിട്ടാ. ആ സാധനം എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുണ്ട്. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉള്ള സാധനം. പനിനീറുണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടേ ഇതിപ്പോൾ 4ാമത്തെ കേട്ടോ. ഇനിയും പോകുന്ന തോന്നണേ. കാരണം അത്രയും സോഫ്റ്റാണ്. ഇതൊക്കെയാണ് അത്രയും സോഫ്റ്റ്. അടിപൊളി. നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.